ഹായ് ഫ്രണ്ട്സ്, നല്ല മഴയൊക്കെ അല്ലേ? അപ്പോൾ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി പരിപ്പ് വട ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വടപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 2 കപ്പോളം വരും കേട്ടോ. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട കേട്ടോ. ഇതിന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റായി പോകരുത്, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ, നല്ല കട്ടയായിട്ടിരിക്കണം, വെള്ളമൊന്നും അധികം ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വടപ്പരിപ്പ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഉണക്കമുളക്, സവാള കൊത്തിയരിഞ്ഞത്, ഇതെല്ലാതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ആയിട്ടുള്ള കായം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചക്കായം വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. നല്ല മൊരിഞ്ഞിട്ട് ഈ ഒരു കളർ വരുമ്പോൾ മാറ്റിയെടുക്കാം. തണുത്തതിന് ശേഷം നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത്